സജ്ജനങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഇവിടെ പറയാൻ പോകുന്നത് നാരായണീയത്തിലെ ദശകം 18 പൃഥുചരിതത്തിൻ്റെ മാഹാത്മ്യത്തെയും ഫലസിദ്ധിയെയും കുറിച്ചാണ്. ഈ ദശകം കേൾക്കുകയോ വായിക്കുകയോ ചെയ്താൽ വിജയലബ്ധി, സൽകീർത്തി, സന്താനഭാഗ്യം, പാണ്ഡിത്യം, ഐശ്വര്യം, നന്മ, ചതുർവിധ പുരുഷാർത്ഥ പ്രാപ്തി എന്നിങ്ങനെയുള്ള ഫലപ്രാപ്തി ഉണ്ടാകുന്നു. നാരായണീയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദശകമാണ് പൃഥുചരിതം. ഇത് വിഷ്ണു ഭഗവാന്റെ അംശാവതാരമായ പൃഥു ചക്രവർത്തിയുടെയും ലക്ഷ്മീദേവിയുടെ അംശാവതാരമായ അർച്ചിസിൻ്റെയും ചരിത്രമാണ്. അതിശക്തിമാനായ ദേവേന്ദ്രനോട് വരെ വിജയം കൈവരിക്കുന്നതാകയാൽ വിജയലബ്ധി കൈവരുമെന്ന് പറയപ്പെടുന്നു. വേനൻ എന്ന രാജാവിൻ്റെ ദുഷ്കർമ്മങ്ങൾക്കെല്ലാം പരിഹാരം കണ്ട് ജനങ്ങൾക്കെല്ലാം നന്മയെ പ്രദാനം ചെയ്ത കീർത്തിമാനായ പൃഥു ചക്രവർത്തിയുടെ കഥയായതിനാൽ ഈ ദശകം വായിച്ചാൽ സൽകീർത്തി ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. വേനൻ്റെ നാശത്തിന് ശേഷം ദുഃഖിതയായ മാതാവിന് ഒരു സന്താനത്തെ പ്രദാനം ചെയ്ത കഥയായതിനാൽ ഈ ദശകം വായിച്ചാൽ സന്താന ഭാഗ്യം ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. വരണ്ടുണങ്ങിയ ഭൂമിദേവിയെ കൃഷി ചെയ്യാൻ യോഗ്യമാക്കി ജനങ്ങൾക്ക് സർവ്വ ഐശ്വര്യം പ്രദാനം ചെയ്തതിനാൽ ഈ ദശകം വായിച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നും പറയപ്പെടുന്നു. നാരായണീയം എളുപ്പത്തിൽ പഠിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ഈ ദശകത്തിൻ്റെ ഫുൾ വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ പ്ലേലിസ്റ്റിൽ ദശകം 1 തൊട്ട് ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോയും അതിൻ്റെ അർത്ഥവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും പഠിക്കാവുന്നതാണ്. നാരായണീയം എളുപ്പത്തിൽ പഠിക്കണമെന്ന് താല്പര്യമുള്ളവർ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.